ഗാസയിൽ ഹമാസിന്റെ സമ്പൂർണ്ണ അന്ത്യം ഉടനെന്ന ഇസ്രായേലി സേന. കഴിഞ്ഞ ദിവസം ഖാൻ യൂനിസിന് സമീപം ഹമാസിന്റെ കിലോമീറ്ററുകൾ നീളമുള്ള ടണലാണ് ഇസ്രായേലി സേന ബോംബിട്ട് തകർത്തത്. മാസങ്ങളോളം താമസിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളതായിരുന്നു ഈ ടണലുകൾക്കുള്ളിൽ നിന്ന് ഗ്രനേഡുകളും മറ്റ് നിരവധി RPG അടക്കമുള്ള ആയുധ ശേഖരങ്ങളും ഇസ്രായേലി സേന പിടിച്ചെടുത്തു. ഇസ്രായേലിൻ്റെ കോമ്പാക്ട് എഞ്ചിനീയർമാരാണ് ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് ഈ ടണൽ ശൃംഖല തകർത്തത്. ഗാസയിൽ ഹമാസിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളായിരുന്നു ഈ ടണലുകൾ. അത്തരം ടണലുകളിൽ 95% ഇതിനകം തകർത്തു എന്നാണ് ഇസ്രായേലി സേനയുടെ അവകാശവാദം. ദിവസങ്ങൾക്ക് മുൻപാണ് റഫയ്ക്ക് സമീപം മറ്റൊരു 3 കിലോമീറ്റർ നീളമുള്ള ടണൽ ഇസ്രായേലി സേന തകർത്തത്. ഇതോടുകൂടി ഗാസയിൽ ഇനി വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന ഹമാസ് ഭീകരന്മാർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ഗാസയിലെ ഹമാസിൻ്റെ ദിനങ്ങൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഗാസയിലെ ഹമാസിൻ്റെ സമ്പൂർണ്ണ അന്ത്യത്തിൻ്റെ പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നാണ് ഇസ്രായേൽ സൈനിക മേധാവി തന്നെ വ്യക്തമാക്കുന്നത്. ഗാസ ഇസ്രായേൽ അതിർത്തിക്ക് സമീപമാണ് 1 കിലോമീറ്റർ നീളമുള്ള മറ്റൊരു ടണൽ ഇസ്രായേലി സേന കണ്ടെത്തിയത്. ഈ ടണലിനുള്ളിൽ ഇസ്രായേലി സേന നിരവധി റെയ്ഡുകൾ നടത്തി. ഈ ടണലിനുള്ളിൽ 3 മുറികളുണ്ടായിരുന്നു. ആധുനികമായി സജ്ജീകരിച്ച ഈ മുറികളിലായിരുന്നു ഗാസയിലെ ഹമാസിൻ്റെ നേതാക്കന്മാരിൽ ചിലർ മാസങ്ങളോളം കഴിഞ്ഞിരുന്നതും ഇവിടെ നിന്നാണ് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ നിയന്ത്രിച്ചിരുന്നതും എന്നാണ് ഇസ്രായേലി സേന ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഗാസയിലെ ഹമാസിൻ്റെ ഒളിയിടങ്ങൾ ഏറെക്കുറെ ഇസ്രായേലി സേന തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരു കെട്ടിടം പോലും തകരാതെ ഗാസയിൽ അവശേഷിക്കുന്നില്ല. ഗാസയിലെ ഹമാസിൻ്റെ ഭൂഗർഭ ടണലുകളിൽ 95%നെയും ഇസ്രായേലി സേന തകർത്ത് തരിപ്പണമായിരിക്കുന്നു. ഇനി അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ ഒളിവിൽ കഴിയുന്ന ഹമാസിൻ്റെ ഭീകരന്മാർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അതിശക്തമായിട്ടുള്ള റെയ്ഡുകളാണ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഭയാർത്ഥി ക്യാമ്പുകളിലെ അഭയാർത്ഥികളെ ഒരു ക്യാമ്പിൽ നിന്ന് മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുകയും ഇതിനിടയിൽ പലതരത്തിലുള്ള പരിശോധനകൾ, ഫേസ് ഐഡന്റിറ്റി അടക്കമുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ ഹമാസിൻ്റെ ഭീകരന്മാർ വേഷപ്രച്ഛന്നരായി ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ കൂടെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള ഹമാസ് ഭീകരന്മാരെ ഒറ്റിക്കൊടുക്കാൻ ഗാസാവാസികളും തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ മറ്റൊരു ആശ്വാസം. വർഷങ്ങൾ നീണ്ട യുദ്ധത്തിന് അടുത്ത കാലത്ത് തന്നെ വിരാമമാകുമെന്നാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ. ഗാസയിൽ മാസങ്ങളും വർഷങ്ങളുമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന നിരവധി ഇസ്രായേലി സൈനികരുണ്ട്. മാനസികമായും ശാരീരികമായും ഇവർ തളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ച് ഇവർക്ക് വിശ്രമം നൽകുക എന്നുള്ളതാണ് ഇസ്രായേലി സേനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് ഹമാസിൻ്റെ അവസാന ഭീകരനെയും ഗാസയിൽ നിന്ന് വധിക്കണം. എങ്കിൽ മാത്രമേ ഗാസയിലെ യുദ്ധം അവസാനിച്ചു എന്ന് പറയാനാകൂ എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. എന്തായാലും ഗാസ സ്ട്രിപ്പിൽ ഇസ്രായേലി സേന പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഗാസയുടെ എല്ലാ പ്രദേശങ്ങളും ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണം സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ചർച്ചകളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. അമേരിക്കയുമായി ചേർന്ന് യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണം നടത്താനാണ് ഇസ്രായേലിൻ്റെ നീക്കം. യുദ്ധം അവസാനിച്ചാലും ഗാസ സ്ട്രിപ്പിൽ നിന്ന് തങ്ങളുടെ സൈന്യം പിന്മാറില്ല എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനെ ഈജിപ്റ്റ് അടക്കമുള്ള ചില രാജ്യങ്ങൾ എതിർക്കുകയാണ്. അറബ് രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ തന്നെയാണ്. എന്നാൽ തങ്ങളുടെ അതിർത്തി കടന്ന് ഇനിയും ഭീകരവാദത്തെ അനുവദിക്കാനാവില്ല എന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഗാസ സ്ട്രിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഗാസയുടെ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിന്മാറിയാൽ വീണ്ടും ഹമാസ് അല്ലെങ്കിൽ ഹമാസിന് സമാനമായ മറ്റൊരു ഭീകര സംഘടന അവിടെ ഉദയം ചെയ്യാൻ സാധ്യതയുണ്ട്. അവർ വീണ്ടും ഇസ്രായേലി ജനതയ്ക്ക് ആപത്ത് ഉണ്ടാക്കാനും ഭീഷണി ഉയർത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗാസ സ്ട്രിപ്പിൽ നിന്നുള്ള തങ്ങളുടെ പിന്മാറ്റം അത് ഉടനടിയൊന്നും സാധ്യമാകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇസ്രായേലി സേന.
അതേസമയം യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണം സംബന്ധിച്ച് അമേരിക്ക വമ്പൻ പദ്ധതികളാണ് നേരത്തെ പ്രഖ്യാപിച്ചത്. അറബ് രാജ്യങ്ങളുടെയും ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി അത് ഗാസയിൽ നടപ്പാക്കാനാണ് അമേരിക്കയുടെ താല്പര്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താല്പര്യപ്രകാരമാണെങ്കിൽ ഗാസയെ ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുക, ഗാസ എന്ന ഭൂപ്രദേശത്ത് വലിയ വലിയ കൊട്ടാരങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ ഹോട്ടൽ സമുച്ചയങ്ങളും നിർമ്മിക്കുക, അതിനുശേഷം ഗാസയെ ഒരു വലിയ വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റുക എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ താല്പര്യം. ഗാസയിൽ നിലവിലുള്ള 10 മുതൽ 20 ലക്ഷം വരെ ഗാസാവാസികളെ ഗാസയിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് മാറ്റുകയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭൂപ്രദേശം വിലയ്ക്ക് വാങ്ങി അവിടേക്ക് അവരെ പുനരധിവസിപ്പിക്കുകയുമാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ ഇതിനെ ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി എതിർക്കുന്നുണ്ട്. ചില അറബ് രാജ്യങ്ങൾ 4/1 ഗാസക്കാരെ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ പുറത്തു വന്ന ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ വാർത്തകൾ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഗാസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാനുള്ള അവസാന നീക്കത്തിലാണ് ഇസ്രായേലി സേന. ഗാസയിലെ അവസാന ഹമാസ് ഭീകരനെയും കൊന്നൊടുക്കിയതായുള്ള വാർത്തകൾ ഉടനടി പ്രഖ്യാപിക്കുമെന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. 2023 ഒക്ടോബർ മാസം 7-ന് ഇസ്രായേലിനുള്ളിൽ കടന്നു കയറിയ ഹമാസിന്റെ ഭീകരന്മാർ 1500ഓളം പേരെ കൂട്ടക്കുരുതി ചെയ്യുകയായിരുന്നു. കൂടാതെ 300-ലധികം പേരെ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പ്രതികാരമെന്നോണം ഗാസയിലേക്ക് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കി ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. പിന്നീട് ഗാസയിലെ ഗാസാവാസികളെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റിക്കൊണ്ട് ഹമാസിന്റെ കേന്ദ്രങ്ങൾ ഒന്നാകെ ഇസ്രായേലി സേന തകർത്ത് തരിപ്പണമാക്കി. ഹമാസിന്റെ നേതാക്കളായ യഹിയ സിൻവാർ, ഇസ്മായിൽ ഹനി അടക്കമുള്ള നിരവധി നേതാക്കന്മാരെ ഈ കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു ഘട്ടത്തിൽ ഖത്തറിലുള്ള ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഓഫീസിലേക്ക് വരെ ഇസ്രായേൽ ആക്രമണം നടത്തി. അങ്ങനെ ഗാസയിൽ മാത്രമല്ല ലോകത്താകെയുള്ള ഹമാസ് എന്ന ഭീകര സംഘടനയെ ശത്രുവായി കണക്കാക്കിക്കൊണ്ട് ഹമാസിനെതിരെയുള്ള കുരിശുയുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു ജൂതപ്പട. ആ യുദ്ധമാണ് ഇപ്പോൾ ഗാസ എന്ന രാജ്യത്തെ വെറുമൊരു ചവറുകൂനയാക്കി അല്ലെങ്കിൽ അവശിഷ്ടങ്ങളുടെ മാത്രം ഒരു കൂനയാക്കി മാറ്റിയിരിക്കുന്നത്. മനുഷ്യവാസം സാധ്യമാകണമെങ്കിൽ ഗാസയിൽ ഇനി 10-15 വർഷക്കാലം നിരന്തരം പ്രയത്നിക്കേണ്ടി വരുമെന്നാണ് ലോകാരോഗ്യ സംഘടനയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും വ്യക്തമാക്കുന്നത്. കാരണം അത്രത്തോളം ഗാസയെ തകർത്തു തരിപ്പണമാക്കിയിരിക്കുന്നു ഇസ്രായേലി സേന. തലയുയർത്തി നിൽക്കുന്ന ഒരു കെട്ടിടം പോലും ഗാസയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.